ഒരുപക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ മെനഞ്ഞതായിരിക്കുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എക്സാക്ട്ലി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നതും എല്ലാം കഥാരൂപത്തിൽ ശരിക്കും അർജുനനെ എന്താ ചെയ്യുന്നത് അവിടെ സൈക്കോളജിക്കലി കൗൺസിൽ ചെയ്യാണ്. പക്ഷെ ഈ ചിന്തിച്ച് അവൻ ഒരു പോയിന്റ് എത്തുമ്പോൾ അവൻ ഈ സ്പിരിച്വൽ വിസ്ഡം ഉണ്ടാവണം. അങ്ങനെ മരാന്ന് ജപിച്ചു. ആ ജപിച്ചത് എന്താണ്? മെഡിറ്റേഷൻ ചെയ്തു, കോൺസെൻട്രേഷൻ ഉണ്ടായി, ഫോക്കസ് ഉണ്ടായി, മൈൻഡ്ഫുൾനെസ് ഉണ്ടായി. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒരു ഉത്തമനായിട്ടുള്ള ഒരു ഭർത്താവ് അല്ലാന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഡിസിഷൻസ് എടുത്തതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അത് നമ്മളെ പഠിപ്പിച്ചു തരിക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനെ നമുക്ക് കഥാരൂപത്തിൽ പറയുമ്പം അല്ലെങ്കിൽ ഈ റിലീജിയസ് കോണ്ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു മരണം വേണമല്ലോ, അതിനൊരു കഥ ഉണ്ടാവണം, ആ കഥ അവസാനിപ്പിക്കണം. അത് ഈ ഒരു ലെസണിലൂടെയാണ് നമുക്ക് അവസാനിപ്പിച്ചു വരുന്നത്. അപ്പോ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സോള് പോകുന്നതായിട്ടാണോ കാണിക്കുന്നത്? അതെ, ഒരു സോളിന്റെ ഇനി ഒരു പുനർജന്മം ഉണ്ട്, ഇനിയും അവര് തമ്മിൽ യൂണിയൻ ഉണ്ടാവാനുണ്ട്. ആ സോള് തമ്മിൽ ഇനിയും പുനർജന്മങ്ങൾ എടുക്കാനുണ്ട്. അത് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾക്ക് ഈഗോയിസ്റ്റിക് സെൽഫിലേക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഹനുമാന്റെ ഒരു പ്രസക്തി അവിടെ വരുന്നുണ്ട്. എന്താണ് അപ്പൊ ഹനുമാൻ ഡിനോട്ട് ചെയ്യുന്നത്? ഹനുമാൻ അവിടെ ഏറ്റവും ഭക്തി ഉള്ള, അല്ലേ, ലോയലിറ്റി, അതും അറിവ് തന്നെയാണ്. അത് പ്രാണിക് എനർജിയാണ്, പ്രാണനാണ്. അതായത് ഇപ്പം നമുക്ക് പറയാം, നമ്മൾ ഒരു വ്യക്തി ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണെന്ന് പറയാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഗൈഡൻസ് എടുക്കും. സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആയിരിക്കാം, സ്പിരിച്വൽ ഗൈഡൻസ് ആയിരിക്കാം, എന്തുമായിരിക്കാം. ആ വർക്ക്സ് നമ്മൾ എന്താണോ ചെയ്യുന്നത്, ആ ഒരു വ്യക്തി, നമ്മളതിനെ ഷാഡോ വർക്ക്സ് എന്ന് പറയും. ഈ ഷാഡോ വർക്ക്സ് ആണ് നമ്മുടെ പ്രവൃത്തി. നമ്മൾ പ്രവർത്തിക്കുകയാണല്ലോ, നമുക്കൊരു പ്രശ്നം വന്ന് ഇതിൽ നിന്ന് എങ്ങനെയും പുറത്ത് കടക്കണമെന്ന് ഊർജ്ജസ്വലമായ നമ്മളുടെ പ്രവൃത്തിയാണ് ഹനുമാനെ ഡിനോട്ട് ചെയ്യുന്നത്. ഹനുമാൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പ്രവൃത്തിയാണ് അവിടെ ഉള്ളത്, അല്ലേ? അപ്പോൾ ശ്രീരാമന് അവിടെ പ്രശ്നം വരുന്നു, അതായത് സോളിൽ നിന്ന് വിട്ടുപോവാണ്. ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അപ്പോൾ സഹായം എടുക്കുന്നു. അപ്പോൾ ഹനുമാൻ വന്ന് സഹായിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഹനുമാൻ, സുഗ്രീവൻ എല്ലാം നമുക്ക് ആ ഒരു വാനര പടയെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഹനുമാൻ അതിൻ്റെ ഒരു ആർക്കിടൈപ്പ് എന്ന് പറയാം. ഇതാണ് യഥാർത്ഥത്തിൽ രാമായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാക്കി ഒരു വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിനെ ഒരു റിലീജിയസ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടോ ഇത് നടന്നതാണോ എന്നോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നില്ല. ഒരുപക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ മെനഞ്ഞതായിരിക്കുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എക്സാക്ട്ലി. നമുക്കെല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പം മഹാഭാരതവും കഥയായിട്ട് തന്നിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നതും എല്ലാം കഥാരൂപത്തിൽ ശരിക്കും അർജുനനെ എന്താ ചെയ്യുന്നത്? അവിടെ സൈക്കോളജിക്കലി കൗൺസിൽ ചെയ്യാണ്. ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു സ്റ്റേജിലേക്കൊക്കെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊണ്ടുപോകുന്നത് അർജുനനെ, സ്വന്തം രൂപം കാണിച്ചു കൊടുത്തുകൊണ്ട്. അപ്പം ഇതെല്ലാം സൈക്കോളജിയാണ്. ശരിക്കും നമ്മുടെ സബ്ജക്റ്റുകളെല്ലാം, എല്ലാ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകളും പല രീതിയിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് പറഞ്ഞു വെക്കുന്നത് പല ലൈഫ് സ്റ്റൈലുകളിൽ കൂടെ ആയതുകൊണ്ട് ആൾക്കാർ എന്താ ചെയ്യുക, ഇതിനെയൊക്കെ ആ ലൈഫ് സ്റ്റൈലിനെ ക്യാച്ച് ചെയ്യും. ലൈഫ് സ്റ്റൈലിനെ ക്യാച്ച് ചെയ്ത് കഴിയുമ്പോൾ ജീവിത രീതിയിൽ നമ്മൾ അവരങ്ങനെ പറയുന്നത് പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇവരിങ്ങനെ കാണുന്നു, മറ്റൊരു മതമാണ്, ഈ മതമാണ്, വ്യത്യസ്തത വരികയാണ്. പക്ഷെ മനുഷ്യർക്ക് എവിടെയാണ് മതം വരിക? മതം ഈസ് ജസ്റ്റ് എ ലൈഫ് സ്റ്റൈൽ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇതിനെല്ലാം സൈക്കോളജിക്കൽ സബ്ജക്റ്റുകളായിട്ട് കാണുക, ഒരു പ്രശ്നവും. അതിനകത്ത് പോസിറ്റീവ് മാത്രം എടുക്കുക എന്നുള്ളതാണ്, അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ ആ കഥേനെ
അങ്ങോട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് അങ്ങ് ക്രിട്ടിസൈസ് ചെയ്തിട്ട് അതിനകത്തുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോഴും ഒരു മൂവി കാണുമ്പോഴും രണ്ടഭിപ്രായമുള്ളവരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ കഥയ്ക്ക് രണ്ടഭിപ്രായങ്ങളാണ്. അതെപ്പോഴും അത് ഒരാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ ചിന്തിക്കണം. പക്ഷെ ഈ ചിന്തിച്ച് അവൻ ഒരു പോയിന്റ് എത്തുമ്പോൾ അവൻ ഈ സ്പിരിച്വൽ വിസ്ഡം ഉണ്ടാവണം. അവിടെയാണ് ഈ രാമായണം വായിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ വർഷവും വായിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു വർഷം ബുദ്ധി തെളിയട്ടെ, അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം വരുന്നത്. എനിക്ക് ഒരു സംശയം കൂടിയുണ്ട്. ഇപ്പോ ഈ സീത പറഞ്ഞിട്ടാണോ രാമൻ എന്താ പറയാ മുനിമാരുടെ കൂട്ടത്തിലേക്ക് അയച്ചത്? സീതയുടെ ആവശ്യപ്രകാരമായിരുന്നു? അല്ല, ഈ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ അത് നമ്മളുടെ ഇന്റർപ്രിട്ടേഷന് വിടാം. അത് കാര്യം ഇത് ഒരു കലാകാരന്റെ ഉള്ളിൽ തെളിഞ്ഞിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ. അതിനെ ആ വായിക്കുന്ന ഒരു വ്യക്തിയുടെ ഇമാജിനേഷനിൽ എവിടെയും കൊണ്ടെത്തിക്കാം. അതാണ് അതിന്റെ ബ്യൂട്ടി. ശില്പയുടെ ഒരു വ്യൂവിൽ എങ്ങനെയാ അത് മനസ്സിലായിട്ടുള്ളത്? ഞാൻ എൻ്റെ ഒരു രാമായണം വായിക്കുന്ന ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 21 years തൊട്ട് ആണ് രാമായണം വായിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഈ പറഞ്ഞതുപോലെ എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യാം ധാർമ്മികമായിട്ടൊക്കെ, അതായത് എങ്ങനെ സ്വയം ഹേർട്ട് ചെയ്യാൻ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഹേർട്ട് ചെയ്യാതൊക്കെ ജീവിക്കാം എന്നുള്ള പാഠങ്ങളൊക്കെ മാത്രമാണ് അറിയുന്നുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിയുടെ ഒരു പീക്ക് സ്റ്റേറ്റിൽ രാമായണമാണ് ശരിക്കും എനിക്ക് എൻലൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. അവിടുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ ഞാൻ വായിച്ചു. ഒരു വർഷം വായിച്ച സമയത്ത് ഇതിങ്ങനെയല്ലേ എന്ന് എൻ്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായി. അവിടുന്നാണ് ശരിക്കും എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് കടന്നിട്ടുള്ളതെന്ന് പറയാം. ആസ്ട്രോളജി ഒക്കെ അതിനു മുൻപ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ എന്തിന് നമ്മൾ ആസ്ട്രോളജിയും ഉപയോഗിക്കുന്നു, എങ്ങനെ അതിനെയും ഒരു റിലീജിയസ് സബ്ജക്റ്റായിട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും സങ്കടമാണ് ഒരു പർട്ടിക്കുലർ മതത്തിലുള്ളവർക്ക് ഒതുങ്ങി പോകുന്നു എന്നുള്ളത്. കാരണം സയൻസിൽ നമ്മളെല്ലാം പ്രൂഫ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സയൻസിൽ നമ്മൾക്ക് ഈ മനുഷ്യൻ്റെ ഇൻ്റലക്റ്റ് വെച്ചിട്ട് ആ എത്തുന്ന പ്രൂഫിനെക്കാട്ടിലും മുകളിൽ ഈ ശാസ്ത്രം നിൽക്കുന്നുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ ഒരു ആസ്ട്രോളജിക്കലി നമുക്ക് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സയൻറ്റിഫിക് പ്രൂഫ് ലഭിക്കുമായിരിക്കും. അന്ന് മനുഷ്യന് ഇത് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സബ്ജക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം. പക്ഷെ അതുവരെ ഈ സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന ആർക്കും പ്രൂഫില്ല. ആ പ്രൂഫ് ഇല്ലാത്തടത്ത് നിന്നിട്ടാണ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ട്രസ്റ്റ് ചെയ്യാമോ? കാര്യം നമ്മുടെ ഉള്ളിൽ തോട്ട് വരുന്നുണ്ട്, എന്നാൽ ഇതല്ലല്ലോ, നമുക്ക് പ്രൂഫല്ലേ വേണ്ടത്. അപ്പോൾ ആ ലോജിക്കിനും നമ്മളുടെ ആ ഒരു ഇൻറ്റ്യൂഷനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നമുക്ക് സ്പിരിച്വൽ ജേർണിയിൽ ആദ്യം ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഒരു റെഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അള്ളി പിടിക്കാൻ ഒരു വിശ്വാസമായിട്ടൊക്കെ ഈ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അതായത് ഒരു സ്പിരിച്വൽ ജേർണിയുടെ ഒക്കെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും ഒരു ആശ്വാസമാണ് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ. നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് എന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കിപ്പിച്ച് തരാനുള്ള, അതായത് നിങ്ങളെക്കാട്ടിലും മുൻപിൽ ഈ വഴി പോയിട്ടുള്ള ഒരു വ്യക്തി എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ പല വ്യക്തികൾ എഴുതിയിട്ടുള്ളത്. വാൽമീകിയുടെ കഥ നമ്മൾ പറഞ്ഞു. രത്നാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള കൊള്ളക്കാരനായിരുന്നു. അതായത് തെറ്റ് തന്നെ ചെയ്ത് ജീവിച്ചിരുന്ന, അതായത് ധാർമ്മികമല്ലാത്തത് എന്തും ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത്, ഒരു സന്യാസിയുടെ അടുത്ത് വന്നിട്ട് മോഷണം ശ്രമം നടത്തുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ നിന്റെ കുടുംബക്കാരും കൂടെ ഏറ്റെടുക്കും. കാരണം നീ ഇത് ചെയ്യുന്നത് വീട്ടിൽ മറ്റുള്ളവരെയും കൂടി സംരക്ഷിക്കാനാണ്, ഭക്ഷണത്തിനാണ്. പോയി ചോദിച്ചിട്ട് വരൂ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. പോയി ചോദിച്ചപ്പം ഭാര്യയും മക്കളും ഒക്കെ പറയുന്നത് ഇല്ല, അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം എങ്ങനെയാണ് നമ്മൾ എടുക്കുക? അപ്പം തിരിച്ചു വന്ന് ഇത് പറഞ്ഞു, അവരെടുക്കുന്നില്ല. അപ്പോഴാണ് ഗിൽറ്റ് ഉണ്ടാകുന്നത്. ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടാകുന്നത് ഗിൽറ്റ് തന്നെയാണ്. ഇന്നും അതങ്ങനെ തന്നെയാണ് ആ പ്രോസസ്സ്. അപ്പോൾ ഒരു അന്വേഷണം തുടങ്ങും, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ചോദിക്കുകയാണ്. മഹർഷി പറയുന്നുണ്ട്, മര എന്ന് ജപിക്കൂ എന്നാണ് പറയുന്നത്. മര. അങ്ങനെ
മരാന്ന് ജപിച്ചു. ആ ജപിച്ചത് എന്താണ്? മെഡിറ്റേഷൻ ചെയ്തു, കോൺസെൻട്രേഷൻ ഉണ്ടായി, ഫോക്കസ് ഉണ്ടായി, മൈൻഡ്ഫുൾനെസ് ഉണ്ടായി. ഞാൻ ആ മിനിറ്റിൽ അങ്ങോട്ട് ലയിക്കുന്നു എന്ന് ഉള്ള ഒരു ബോധത്തിൽ പുള്ളി അവിടെ ഇരുന്നു. പുള്ളി അറിഞ്ഞുകൊണ്ടല്ല, അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പുള്ളിക്ക് പാസ്റ്റും ഉണ്ടായില്ല, പിന്നെ ഫ്യൂച്ചറും ഇല്ല. ആ മൊമെൻ്റേ പിന്നെയുള്ളൂ. അവിടെ നിന്നിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് ചെതൽപ്പുറ്റ് ഉണ്ടാകുന്നു. വർഷങ്ങളോളമുള്ള മെഡിറ്റേഷൻ പ്രോസസ്സിൽ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വാൽമീകി എന്നുള്ള നാമം ഉണ്ടായി. അപ്പോൾ എന്താണ് പുള്ളിക്കുണ്ടായത്? രത്നാകരൻ്റെ സ്പിരിച്വൽ ജേർണിയാണിത്. സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പോൾ നമ്മളുടെ ഓരോ വ്യക്തികളുടെയും സ്പിരിച്വൽ ജേർണിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇങ്ങനെ രാമായണത്തിനെ മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം. ഞാനതാണ് മറ്റുള്ളവർക്കും എന്നാലാകുന്ന വിധം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരിക്കലും നമുക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ ഒരാളെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. കാരണം പ്രൂഫ് ചോദിക്കും, പ്രൂഫില്ല. എനർജികൾക്ക് നമുക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ലൈറ്റിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ശാസ്ത്രം, ഇനി നമ്മുടെ സയൻസ് കുറച്ചുകൂടി വളരും, ഉറപ്പായിട്ടും അത് വളരും. പക്ഷെ അതെന്നാണ് എന്നറിയില്ല. പക്ഷെ ആ ഒരു കാലഘട്ടത്തിന് മുൻപും സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായവരുണ്ട്. അവരെയൊക്കെ അത് മനസ്സിലാകാത്തവർ നോർമൽ അല്ല എന്ന് പറയാം. അങ്ങനെ പറയുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ. ഇപ്പോൾ രാമൻ എന്ന് പറയുന്നത് നമ്മളാണെന്ന് പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡാണ്. അതെ. ഇപ്പോൾ സീത എന്ന് പറയുന്നത് സോളാണ്. അതെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്നത് ലവനും കുശനുമാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും നമ്മൾ എന്തായിട്ടാണ് കാണേണ്ടത് എന്നുള്ളതാണ്. അതെ, നമ്മളുടെ ആത്മാവ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അലൈൻഡായി. നമ്മുടെ കോൺഷ്യസ്നെസ്സും അവിടെയുണ്ട്, ലക്ഷ്മണനുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എഫിഷ്യൻസി ഉള്ള, എഫക്റ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിട്ട് അതിനെ കൺസിഡർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് അല്ലേ, അതല്ലേ. അത് ലവനും കുശനും എന്ന് പറയുന്നത് അത്രയും ചെറിയ കുട്ടികളാണെങ്കിലും ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. ആ ചെറിയ പ്രായത്തിൽ ലക്ഷ്മണനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുണ്ട്, കുതിരയെ പിടിച്ചു കെട്ടുന്നുണ്ട്. അതായത് അത്രയും എഫിഷ്യന്റ് ആണ്. അപ്പം നമ്മൾ ഇത്രയും സോളുമായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട്, അലൈൻഡ് ആയിട്ട്, അതായത് നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ അലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിസൾട്ടുകളും അത്രയും ഗംഭീരമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ആ ഒരു ഭാഗത്തിൽ തന്നെ സീത, അതായത് സോൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് വിട്ടുമാറി ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് മാറിയിട്ട് മുനിമാരുടെ മഹർഷിമാരുടെ കൂട്ടത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സഹായിക്കാനായിട്ട് പ്രാണിക്ക് എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ സീതയെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സോളിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ ഈ പ്രാണിക് എനർജി അവിടെയും ഉണ്ട് എന്നുള്ളതാണ്. ഹനുമാന്റെ ഒരു പ്രസൻസ് അവിടെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോള് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡും അല്ലെങ്കിൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡും ഇല്ലെങ്കിൽ സോളിന് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. സോള് കർമ്മം ചെയ്യുന്നത് ശരീര മനസ്സിലൂടെയാണ്. അപ്പം അതുകൊണ്ട് സീതയ്ക്ക് അവിടെ ചെയ്യാൻ കാര്യങ്ങളില്ല. സോള് അലൈൻഡ് ആവുമ്പോഴേ സോളിന് എന്തെങ്കിലും ഉള്ളൂ. അതായത് ഒരു എനർജി ആണല്ലോ, ആ എനർജിക്ക് ഒരു ഫോം ഉണ്ടാവണം. ആ ഫോം ഇല്ല. ആ ഫോമാണ് നമ്മുടെ ശരീരം. നമ്മുടെ മനസ്സ് ടൂളാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ചുമക്കുന്ന രഥമാണെന്നാണ് പറയുന്നത്, ചാരിയറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ ചാരിയറ്റിന്റെ കൺട്രോളിങ് പവർ മൈൻഡാണ്. അപ്പൊ ഇത് രണ്ടും ഇല്ലെങ്കിൽ സോളിന് എന്ത് ചെയ്യാൻ സാധിക്കും? സോളിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ സീതയ്ക്ക് പ്രത്യേകിച്ച് എന്താണ് ചെയ്യാനുള്ളത്? ഇപ്പോൾ അഹല്യയുടെ സ്റ്റോറി എങ്ങനെയാണ് നമ്മളൊരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ടത്? അതെ, അഹല്യയുടെ ഒരു ശാപത്തിന്റെ ഒരു കഥ. അതായത് ഗൗതമ മഹർഷി ശപിച്ചിട്ട് പോവാണ്, ശിലയായി ഭവിക്കട്ടെ. ശിലയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റില്ലാണ്. അപ്പം നമുക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരു കൃഷിഭൂമി, അവിടെ കൃഷിയൊന്നും ഇല്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ഭൂമിയായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാം. അത് നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ വീണ്ടും
ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി അല്ലെങ്കിൽ കൺഫ്യൂഷനിൽ റോങ് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോകും. ആ സ്റ്റക്നെസ് അപ്പം അഹല്യയുടെ സ്റ്റോറിയിലേക്ക് വരുമ്പം ആ ശാപമോക്ഷം കിട്ടുക എന്ന് പറയുന്നത് ശ്രീരാമൻ വന്ന് ശിലയെ കാലുകൊണ്ട് സ്പർശിച്ച് കഴിയുമ്പോൾ തിരിച്ച് ജീവൻ വയ്ക്കും എന്നാ പറയാം. ഇത് നമ്മൾ സൈക്കോളജിക്കലിയോ അല്ലെ സ്പിരിച്വലിയോ ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ചിലപ്പോൾ വർഷങ്ങൾ അവന് നഷ്ടമായേക്കാം, എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു റോങ് ട്രാക്ക് എടുത്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു കരിയർ പാത്ത് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്നുണ്ടാവുക ജോലി സാധ്യതയുള്ളത് എന്താണ് അല്ലേ, ഇതൊക്കെ നോക്കി നമ്മൾ കോഴ്സൊക്കെ പഠിക്കും. എന്നിട്ട് നമ്മൾ ജോലി കിട്ടാതിരിക്കാം, ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതിൽ മടുപ്പുണ്ടാകാൻ തുടങ്ങും, വളരെ മൊണോട്ടണസ് ആയിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു സ്റ്റക്ക് സ്റ്റേജിലേക്കൊക്കെ പോകും. അപ്പോൾ പറയും മടുപ്പാണ്, ജീവിതത്തിൽ കുറച്ച് മടുപ്പ് വരുന്നു, അല്ലെങ്കിൽ റോങ് റിലേഷൻഷിപ്പുകളിൽ. ഇതൊക്കെ നമ്മളുടെ ചോയ്സ് ആയിരുന്നല്ലോ, നമ്മളുടെ സോളുമായിട്ട് അലൈൻഡ് അല്ലാത്ത ചോയ്സ് നമ്മൾ എടുത്തതാണ്. ഇതെടുത്തു കഴിഞ്ഞിട്ട് ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാണ് അറിയുന്നത് അയ്യോ ഇത് തെറ്റായിപ്പോയി, അഹല്യയ്ക്ക് പറ്റിയതുപോലെ അയ്യോ തെറ്റിപ്പോയല്ലോ. അത് ഇൻറ്റൻഷൻ ഒന്നും അവിടെ റോങ് ആയിരുന്നില്ല അല്ലേ, അബദ്ധം പറ്റിയതാണ്. നമുക്കും അങ്ങനെയാണ് പല മനുഷ്യർക്കും. അപ്പം അങ്ങനെ ഒരു ദൂരം പോയി കഴിയുമ്പോൾ നമ്മളൊന്ന് സ്റ്റക്ക് ആവുമ്പോൾ അന്വേഷിക്കാൻ തുടങ്ങും, എന്ത് ചെയ്യാം. അപ്പം അവിടെയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യേണ്ടത്. ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സ്റ്റില്ലാവുക, എന്നിട്ട് നമ്മൾ സ്വയം ചോദ്യം ചോദിക്കുക. അത് തന്നെയാണ് എന്നാണ് അഹല്യയുടെ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ രാമായണത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഈഗോ വരുന്നുണ്ട്. അതായത് ഇപ്പൊ രാവണനിൽ മാത്രമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ കൈകേയിലായാലും എല്ലായിടത്തും ഒക്കെ ഈഗോ ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ മനുഷ്യന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഈ ഈഗോ നഷ്ടപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഈഗോയുടെ പല വശങ്ങളാണ് രാമായണത്തിലെ പല കഥാപാത്രത്തിന് പല സമയത്ത്. അത് കൈകേയിയുടെ ഉണ്ട്, ബാലിയുടെ ഉണ്ട്. എല്ലാവരും നല്ല ആത്മാക്കളല്ലാഞ്ഞിട്ടല്ല, ബേസിക്കലി എല്ലാ ശുദ്ധാത്മാക്കളും തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന നെഗറ്റീവ് ഇമോഷൻസിൽ പെടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇനി മുന്നോട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിനി ഒരു അടിയെടുത്ത് വെക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടുകയാണ്, നമ്മൾ നിസ്സഹായരാവുകയാണ്. അവിടെ മാത്രമാണ് ഈഗോയുടെ നമുക്കൊരു നഷ്ടത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ റിയൽ ലൈഫിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ക്ലയൻസ് വരുമ്പോഴും ഇവർക്ക് മോസ്റ്റ്ലി ഇവരുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ത്രൂ ആണ് ഇവർക്കൊരു ട്രിഗർ ഉണ്ടാവുക സ്പിരിച്വൽ ജേർണിയിലേക്ക്. എല്ലാവരും സ്പിരിച്വൽ ജേർണിയിലാണ്, പക്ഷെ ഇവരത് തിരിച്ചറിയുന്നത്. അതിനൊരു ട്രിഗർ ഉണ്ടാവണമല്ലോ. ചില വ്യക്തികൾക്ക് അവരുടെ കരിയർ ലോസ് ആണ്, ചില വ്യക്തികൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം പ്രശ്നങ്ങളുടെ ഒരു മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇവരൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുക. നമ്മൾ പറയില്ലേ പ്രശ്നം വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നത്, ആ ദൈവം നമ്മുടെ ഉള്ളില് നമ്മളെ തന്നെയാണ് അന്വേഷിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം കേട്ടോ, അതായത് രാമായണം വായിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും രാമായണം വായിച്ച് നമുക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ രാമായണത്തിനകത്ത് നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഈ ഒരു എന്താ പറയാ ശില്പ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.